ഹലോ ഗൈസ്, വെൽക്കം ടു മൈ വീഡിയോ. അങ്ങനെ മൃഗശാലയൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും ഉച്ച സമയം വന്നത് അറിഞ്ഞില്ല. കൂടെ വിശപ്പിന്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നല്ലൊരു ഹോട്ടൽ തപ്പിപ്പിടിച്ച് അവിടെ എത്തി ബിരിയാണിയായിരുന്നു ഓർഡർ ചെയ്തത്. ഫുഡ് മുന്നിലൊക്കെ കുറച്ച് വൈകിപ്പോയി, കാരണം ഞങ്ങൾ എത്തുമ്പോൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ബിരിയാണിയൊക്കെ തിന്ന് കഴിയുമ്പോഴേക്കും പായസം വന്നു. പരിപ്പ് പായസമാണ് വന്നത്. പാലട പായസമോ സേമിയ പായസം ഉണ്ടായിരുന്നു, ഒരു മജ്ജ ഉണ്ടായിരുന്നു. എനിക്കൊന്നും അത് ബിരിയാണിക്ക് ശേഷം പരിപ്പായസം കുടിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. അപ്പോൾ ഇപ്പൊ തന്നെ പരിപ്പായസം വേസ്റ്റ് ചെയ്തെന്നാണോ? അല്ല, ഞാൻ കുടിച്ച് തീർത്തു. ഇഷ്ടമല്ലെങ്കിലും ആഹാരം വേസ്റ്റ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത ട്രിപ്പിലേക്ക് ഇറങ്ങി. വേറൊന്നുമല്ല, തിരുവനന്തപുരത്തെ ഏറ്റവും പ്രശസ്തമായ പത്മനാഭപുരം കൊട്ടാരം. ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് വുഡൻ പാലസുകളിൽ ഒന്നാണ് പത്മനാഭപുരം കൊട്ടാരം. ഒത്തിരി സിനിമകൾക്കും സീരിയലുകൾക്കും ലൊക്കേഷനായി മാറാൻ സാധിച്ചിട്ടുണ്ട് ഈ കൊട്ടാരത്തിന്. ശർക്കര അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. സീലിംഗിൽ 90 താമര പൂക്കളുണ്ട്. 90 പൂക്കളും വ്യത്യസ്ത. ഇവിടെ ഫോട്ടോ വീഡിയോ എടുക്കുന്നതിനൊക്കെ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കണ്ണിൽ പെടാതെയാണ് ഞാൻ ഇതൊക്കെ വീഡിയോ എടുത്തിരിക്കുന്നത്. ചിരട്ട കരിച്ച് പൊടിച്ചത്, മുട്ടയുടെ വെള്ള, ശർക്കര, നെല്ലിക്ക ഇതൊക്കെ ചേർത്താണ് ഇത്ര ഈ തറ നിർമ്മിച്ചത്. അതുകൊണ്ട് തറക്ക് നല്ല തണുപ്പായിരിക്കുമെന്നാണ് ഗൈഡ് പറയുന്നത്. നല്ല വേനൽക്കാലമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ തരണം ചെയ്യാൻ ഇതിന് ധാരാളം. 90 താമരകളാണ് സീലിംഗിൽ കൊത്തി വെച്ചിരിക്കുന്നത്. അതും 90 വ്യത്യസ്ത ഡിസൈനുകളിൽ. കിലുകിൽ പമ്പരം, അതുപോലെ തന്നെ മണിച്ചിത്രത്താഴിലെ ചില സീനുകളൊക്കെ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. അതുപോലെ തന്നെ 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റിൽ ഹിറ്റായി സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന സ്വാമി അയ്യപ്പൻ എന്ന സീരിയൽ ഷൂട്ട് ചെയ്തതും ഈ കൊട്ടാരത്തിൽ വെച്ചാണ്. പിന്നെ പുരാവസ്തു നിയമങ്ങൾ കുറച്ചും കൂടി കർശനമായപ്പോൾ 2005 ശേഷം മറ്റു സിനിമകളോ സീരിയലുകളോ ഇവിടെ ഷൂട്ടിംഗ് ചെയ്തിട്ടില്ല. 1601 തിരുവിതാംകൂർ രാജാവായിരുന്ന ഇരവിവർമ്മ കുലശേഖര പെരുമാളാണ് ഈ കൊട്ടാരം പണിയെടുപ്പിച്ചത്. അദ്ദേഹത്തിന് ശേഷം ഈ കൊട്ടാരം കൈകാര്യം ചെയ്തതും ഈ കൊട്ടാരം വലുതാക്കി പണിതതും മാർത്താണ്ഡവർമ്മ രാജാവായിരുന്നു. ഇപ്പോൾ നിലവിൽ കൊട്ടാരത്തിന്റെ സംരക്ഷണം മുഴുവൻ കേരള ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റാണ് ഏറ്റെടുത്തിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും 52 കിലോമീറ്റർ അകലെയാണ് ഈ കൊട്ടാരവും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത്. അതായത് തിരുവനന്തപുരം ജില്ല മാത്രമല്ല, കേരള ബോർഡർ തന്നെ കടന്ന് നമ്മൾ കന്യാകുമാരി ജില്ലയിലെത്തണം ഈ സ്ഥലം കാണണമെങ്കിൽ. മുൻപ് ഈ കൊട്ടാരം ഇരിക്കുന്ന ഈ പ്രദേശം കേരളത്തിന്റെ ഭാഗമായിരുന്നല്ലോ. ഇന്ത്യയിലെ ഓരോ ഭാഗത്തെയും ഭാഷകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചപ്പോൾ തമിഴ് സംസാരിക്കുന്നവരുടെ എണ്ണം കൂടുതലാണ് എന്ന കാരണത്താൽ ഈ കൊട്ടാരം അടങ്ങുന്ന പ്രദേശം തമിഴ്നാട്ടിലേക്ക് പോയി. പക്ഷേ കൊട്ടാരം പൂർണ്ണമായും തമിഴ്നാടിന് വിട്ടുകൊടുക്കാൻ ദേവസ്വം ബോർഡും കേരള ഗവൺമെന്റും തയ്യാറായില്ല.